ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഉഷ ടീച്ചർ. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യട്ടെ. ഒരു സ്ത്രീയുടെ ദയനീയമായ ജീവിത കഥ കേട്ടപ്പോൾ ഞാൻ പറയാൻ പോണ കാര്യത്തെക്കുറിച്ച് എനിക്ക് കുറച്ചുകൂടി മനസ്സിലാക്കണമെന്ന് തോന്നി. അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു. കേൾക്കുന്നവർക്ക് ഇതൊരു കെട്ടുകഥയായി തോന്നും, അത് അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാവൂ. ഞാനൊരു സൈക്കോളജിസ്റ്റോ തെറാപ്പിസ്റ്റോ ഒന്നുമല്ല. ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും നിങ്ങൾക്ക് എന്തോ ഒരു സൈക്കോളജിക്കൽ കാര്യത്തെക്കുറിച്ചാണെന്ന്. അതെ, NPD എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന ഒരു വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഡയഗ്നൈസ് ചെയ്യേണ്ടത് ഞാനോ നിങ്ങളോ ഒന്നുമല്ല, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസാണ് ഇത് ഡയഗ്നൈസ് ചെയ്യേണ്ടത്. ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടി മാത്രമാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ ഒരു അവയർനെസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത്തരക്കാരെ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയൂ. ഇനി ഞാൻ പറയാൻ പോണ ലക്ഷണങ്ങൾ നിങ്ങൾക്കോ പങ്കാളിക്കോ സുഹൃത്തിനോ ബന്ധുക്കൾക്കോ എന്ന് മനസ്സിലാക്കാൻ ഈ അവയർനെസ് സഹായിക്കും. എന്താണ് NPD അഥവാ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിങ്ങളെ സഹായിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്, നിസ്സാരമായി കാണരുത്. നമ്മുടെ ചുറ്റിലും ധാരാളം നാർസിസ്റ്റുകളുണ്ട്. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു നാർസിസ്റ്റിന് അവരെ നാർസിസ്റ്റ് ആണ് എന്ന് മനസ്സിലാവില്ല. ഈ NPD കൂടുതലായി കണ്ടുവരുന്നത് പുരുഷന്മാരിലാണ് എന്നുവെച്ച് സ്ത്രീകളിൽ ഇല്ലെന്നല്ല. ഞാനാണ് വലിയവൻ എന്ന ചിന്ത, തന്നേക്കാൾ മികച്ചതായി മറ്റാരുമില്ലെന്നും മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടേണ്ട ആളാണ് ഞാനെന്നും സ്വന്തം കാര്യങ്ങളെക്കാൾ മറ്റുള്ളവർ മുൻഗണന നൽകേണ്ടത് എൻ്റെ കാര്യത്തിനാണെന്നും ചിന്തിക്കുന്ന വളരെ ടോക്സിക്കായ ഒരു മാനസികാവസ്ഥ. അതാണ് NPD. അഹങ്കാരം, അഹംഭാവം, അസൂയ, വെറുപ്പ്, സ്വാർത്ഥചിന്ത, ഇതെല്ലാം കൂടിച്ചേർന്ന ഒരു വ്യക്തിത്വം. ഇവരെപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വന്തം കാര്യം മാത്രം നോക്കും. മറ്റുള്ളവരുടെ നേട്ടത്തിൽ ഇവർ അഭിനന്ദിക്കില്ല. ചെറിയ കാര്യത്തിന് പോലും വലിയ അംഗീകാരങ്ങൾ കൊതിക്കുന്നവരാണ് ഇവർ. അവരെ എപ്പോഴും നമ്മൾ പ്രശംസിച്ചുകൊണ്ടേയിരിക്കണം. അവരുടെ മുന്നിൽ വെച്ച് മറ്റുള്ളവരെ പ്രശംസിക്കുന്നത് അവർക്കിഷ്ടപ്പെടില്ല. പല ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കാൻ ഇവർ മടിക്കും. ചെയ്യാത്ത കാര്യം ചൂണ്ടിക്കാണിച്ചാൽ ചൂണ്ടിക്കാണിക്കുന്ന ആളെ മോശപ്പെടുത്താനുള്ള വിദ്യ അവരുടെ കയ്യിൽ കാണും. ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ കാറ്റഗറിയാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർ. ഇത്തരക്കാരുടെ പ്രധാനപ്പെട്ട ചില സ്വഭാവവിശേഷങ്ങൾ പറയാം. ഒന്ന്, സെൽഫ് ഇമ്പോർട്ടൻസ്. അവർക്ക് അവരുടെ ചിന്ത മാത്രം. മറ്റുള്ളവർക്ക് എന്ത് പറ്റിയാലും അവരത് കാര്യമാക്കില്ല. എല്ലാ കാര്യത്തിലും ഞാൻ, എൻ്റേത്, എനിക്ക് എന്ന് മാത്രം. എന്നാൽ അങ്ങനെയല്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും. രാവിലെ അവർ എഴുന്നേറ്റാൽ തന്നെ ആദ്യം ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. രോഗം ഇല്ലെങ്കിൽ രോഗം അഭിനയിക്കും. ഭക്ഷണം ഇറങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വയ്യ എന്നൊക്കെ പറയും, പക്ഷേ നന്നായി ഭക്ഷണം കഴിക്കും. അവർ പറയുന്നതെല്ലാം ശരിയാണ് എന്നാണ് അവരുടെ അഭിപ്രായം. മറ്റുള്ളവർ മണ്ടന്മാരെന്ന് വരുത്തി തീർക്കുകയും ചെയ്യും. 2, ലാക്ക് ഓഫ് എമ്പതി, സഹാനുഭൂതി അഥവാ കാരുണ്യമില്ലായ്മ. ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച് മറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കില്ല. മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദന പോലെ കരുതില്ല. സ്വന്തം അച്ഛനോ അമ്മയോ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു വഴിക്ക് പോയെന്ന് വയ്ക്കുക, അവരവിടെ എത്തിച്ചേർന്നോ എന്ന് അന്വേഷിക്കില്ല. ആ സമയത്ത് അവർ നന്നായി ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കും. എന്നാൽ അവരാണ് പോയതെങ്കിലോ മറ്റുള്ളവർ എപ്പോഴും തിരക്കിക്കൊണ്ടേയിരിക്കണം. അവർക്ക് അവരുടെ ഉറക്കം, അവരുടെ ഭക്ഷണം, ഇതൊക്കെ മാത്രമാണ് പ്രധാനം. സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കും. പല അവസ്ഥയിലും നമ്മൾ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അവർ നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യില്ല. കാരണം അവർക്ക് എമ്പതി അഥവാ കാരുണ്യം ഇല്ല. പങ്കാളിയെയോ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ അമ്മയപ്പന അമ്മയമ്മ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് ഇരയായി കണക്കാക്കുന്നത്. ചില സെലക്ട് ചെയ്ത ആൾക്കാരെ ആയിരിക്കും അവരെ ഇരയാക്കുന്നത്. ആ ഇരയാക്കുന്ന വ്യക്തിക്ക് എമ്പതി ഉള്ള ആളെ ആയിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. അവർക്ക് എമ്പതി ഇല്ല, അതുകൊണ്ട് തിരഞ്ഞെടുക്കുന്ന ആളിനെ എമ്പതിയുള്ള അഥവാ സഹാനുഭൂതിയുള്ള ആളിനെ ആയിരിക്കും അവർ ഇരയാക്കി തിരഞ്ഞെടുക്കുന്നത്. അവർക്കാണല്ലോ മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അത്തരക്കാരെ തിരഞ്ഞെടുക്കും.
അവർ നിഷ്കളങ്കരായും ഡീസൻ്റായും ഒക്കെ മറ്റുള്ളവരുടെ അഭിനയിക്കും. എന്നാൽ യഥാർത്ഥ മുഖം കാണിക്കുന്നത് ഈ തിരഞ്ഞെടുക്കുന്ന ഇരയോടായിരിക്കും. അവരെ മോശക്കാരനാക്കിയാൽ തിരിച്ച് നമ്മളെ മോശക്കാരനാക്കാൻ ഏതറ്റം വരെയും അവർ പോകും. എന്നിട്ട് ഞാനാണ് ശരി എന്നാക്കി തീർക്കും. 3. ആർഗ്യുമെൻ്റ് ലവേഴ്സ്, തർക്കപ്രിയർ. ഇവരെ വിമർശിക്കാനോ തർക്കിക്കാനോ പോയാൽ തീർന്നു കാര്യം. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്നവരായിരിക്കും ഇവർക്ക് എപ്പോഴും തർക്കിക്കണം, അതാണ് അവർക്കിഷ്ടം. കഥകൾ മെനഞ്ഞുണ്ടാക്കാനും അപവാദ പ്രചരണം നടത്താനും ഒക്കെ ഇവർ മിടുക്കരായിരിക്കും. മറ്റുള്ളവരുടെ ഫേക്കായിട്ടുള്ള ഫേസ് കാണിക്കുകയും വിക്ടിമിൻ്റെ അടുത്ത് അഥവാ ഇരയുടെ അടുത്ത് റിയൽ ഫേസ് കാണിക്കുകയും ചെയ്യും. അതിനാൽ മറ്റുള്ളവരുടെ മുന്നിൽ അവർ നല്ലവരും വിക്ടിം ക്രൂരനുമായി മാറും. അവരുടെ ആവശ്യം അവർക്ക് തർക്കത്തിൽ വിജയിക്കണം, വിക്ടിമിനെ ഡോമിനേറ്റ് ചെയ്യണം, വിക്ടിമിൻ്റെ മേല് ഒരു കൺട്രോള് ഉണ്ടാക്കിയെടുക്കണം. തർക്കിച്ച് മുന്നിലിരിക്കുന്ന ആളെ ഭ്രാന്ത് പിടിപ്പിച്ച ശേഷം അദ്ദേഹത്തെ വൈകാരികമായി ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഞാനാണ് ശരി എന്ന് ആക്കി മാറ്റും. 4. പൊസഷൻ ആൻഡ് കൺട്രോൾ. വിക്ടിമിനെ പൊസസ് ചെയ്യുക അല്ലെങ്കിൽ സ്വന്തമാക്കുക എന്നാണ് അവരുടെ മറ്റൊരു ലക്ഷ്യം. വിക്ടിമിനെ അവരുടെ അടിമയാക്കി വെക്കാൻ അവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ വിക്ടിമിനെ സ്നേഹിക്കില്ല, മറ്റാരെയും സ്നേഹിക്കാൻ അനുവദിക്കത്തുമില്ല. അവർ വിക്ടിമിനെ കേൾക്കില്ല, മറ്റാരെയും കേൾക്കാൻ അനുവദിക്കത്തുമില്ല. ചുരുക്കി പറഞ്ഞാൽ അയാളെ ശ്വാസം മുട്ടിക്കും. ഈ വിക്ടിം പോലും ഇവരെ വളരെ വൈകി മാത്രമേ തിരിച്ചറിയൂ. അപ്പോഴേക്കും ലൈഫ് ഏതാണ്ട് പകുതി കഴിഞ്ഞിട്ടുണ്ടാവും. ശാരീരിക ഉപദ്രവം പോലെയല്ലല്ലോ മാനസികോപദ്രവം. ചുറ്റുമുള്ളവരുടെ എല്ലാം കൺട്രോൾ തന്നിൽ വരണമെന്നാണ് അവരുടെ ആഗ്രഹം. പിന്നെ ആരുടെ മുഖത്തും സന്തോഷം കാണുന്നത് അവർക്കിഷ്ടമല്ല. 5. മാനിപ്പുലേഷൻ. തന്ത്രപൂർവ്വം മറ്റുള്ളവരെ കയ്യിലെടുക്കാനുള്ള ശേഷി അവർക്കുണ്ടായിരിക്കും. ഒരു നാർസിസ്റ്റ് എപ്പോഴും ബ്ലെയിം ഷിഫ്റ്റ് ചെയ്യുന്നവരായിരിക്കും. അതായത് അവരുടെ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ കുറ്റങ്ങൾ വിക്ടിമിലേക്ക് മാറ്റുന്നതിന് ശ്രമിക്കും. അവർ ചെയ്ത കാര്യം വിക്ടിമായ നമ്മളാണ് ചെയ്തതെന്ന് പറയാൻ മടിക്കില്ല. അവരുടെ കള്ളങ്ങൾ പിടിക്കപ്പെട്ടാൽ പല തന്ത്രങ്ങളും പ്രയോഗിക്കും. തെളിവ് സഹിതം പിടിച്ചാൽ ഒറ്റ കരച്ചിലായിരിക്കും. എന്തെങ്കിലും പോയിന്റ് കിട്ടിയാൽ ഉടൻ കരച്ചിൽ നിർത്തും, പിന്നെ ഉറഞ്ഞു തുള്ളും. പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ സംസാരിക്കും. കേട്ടിരിക്കുന്ന നമുക്ക് സ്വയം തലതല്ലി മരിക്കാൻ തോന്നും. അവർ ചെയ്യുന്ന തെറ്റ് നമ്മുടെ തലയിലാകും. അവരുടെ തെറ്റ് തിരുത്താൻ അവർ തയ്യാറാവില്ല. പിന്നെ ഒരു പ്രത്യേകത ഉള്ളത്, നാം ചെയ്യുന്ന ശരികളെല്ലാം തെറ്റാണെന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ പ്രാവശ്യം അവർ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മൾ ചെയ്തതും തെറ്റായിരുന്നോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ നമ്മളെ കൊണ്ടെത്തിക്കും. അവർക്ക് ആ തെറ്റിനെ കറക്റ്റ് ചെയ്യാനുള്ള എഫർട്ട് എടുക്കാനുള്ള മടി. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ മറ്റവരുടെ മേലിൽ ചാർത്തുന്നത്. 6. നെവർ കീപ്പ് പ്രോമിസസ്. വാഗ്ദാനങ്ങൾ പാലിക്കില്ല. വാഗ്ദാനങ്ങൾ നൽകും എന്നിട്ടത് പാലിക്കില്ല. ഇവരുടെ വാക്ക് വിശ്വസിക്കരുത്. അവിടെയും വാഗ്ദാനങ്ങൾ ചെയ്തു തരാനുള്ള എഫർട്ട് എടുക്കാനുള്ള മടിയാണ് അവർക്ക്. വാക്ക് പറയും, തെറ്റിക്കും, സോറി പറയും പക്ഷെ തിരുത്തില്ല. അത് ഒരു പ്രഹസനമാണ്. ഏറ്റവും പിണങ്ങിപ്പോവും എന്ന് കണ്ടാൽ ചില സമ്മാനങ്ങളൊക്കെ കൊടുക്കും. സ്നേഹം, മാന്യത ഇവയൊക്കെ അഭിനയിക്കും. പിന്നെ അവർക്ക് കാര്യം കാണണമെന്നുണ്ടെങ്കിൽ നാണവും മാനവും ഒന്നും തോന്നൂല. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ഉപയോഗിച്ചൊന്നും ഇരിക്കും. ഇത്തരത്തിലുള്ള ആൾക്കാരുമായി നമ്മൾ ഇടപഴകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ വിഷമിച്ചു പോകും. വിട്ടു പോകാനും സമ്മതിക്കില്ല, ചേർന്ന് നിൽക്കാനും സമ്മതിക്കില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അവരെ ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ അല്ല, നിങ്ങളുടെ അറിവിലേക്കാണ് ഞാനിത് ഷെയർ ചെയ്യുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു നാർസിസ്റ്റായ വ്യക്തിയെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവരുടെ കുറ്റം കൊണ്ടല്ല അവരുടെ സ്വഭാവം അങ്ങനെയായി മാറിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരുടെ സ്വഭാവം അങ്ങനെ ആക്കിയത് പരമ്പരാഗതമായി ലഭിച്ചതും അവരുടെ കുട്ടിക്കാലത്തുള്ള ചില അനുഭവങ്ങളും അവരുടെ ബയോളജിക്കൽ ഫാക്ടേഴ്സും ഒക്കെ ആയിരിക്കാം. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കണം. അങ്ങനെയെങ്കിൽ ഒരു പരിധിവരെ അവരെയും രക്ഷിക്കാനാവും, അവരുടെ വിക്ടിമിനെയും ഇരയെയും നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും. എത്ര എപ്പിസോഡ് ചെയ്താലും തീരാത്തൊരു ടോപ്പിക്കാണിത്. ഇത് നമുക്ക് സ്വയം വിലയിരുത്താനുള്ളൊരു അറിവും കൂടിയാണെന്ന് കരുതുക. ഇപ്പോൾ ഒരു ജനറൽ അവയർനെസ് കിട്ടിക്കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇത്തരക്കാരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നും എനിക്ക് തോന്നുന്നു. ഞാനൊരു നാർസിസ്റ്റ് ആണെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്യണം, നാർസിസത്തിൻ്റെ വിശദമായ കാരണങ്ങൾ എന്തെല്ലാം,
ഒരു നാർസിസിൽ നിന്ന് ഇരയ്ക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നതൊക്കെ മറ്റു വീഡിയോസായി ചെയ്യാം. നിങ്ങൾക്കോ നിങ്ങളുടെ അറിവിലുള്ള മറ്റാർക്കെങ്കിലുമോ ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റിലൂടെ പങ്കിടൂ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു.